ഹായോ, ഇത്തവണ മഴക്കാലം നേരത്തെ വന്നിരിക്കുകയാണ്. നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത് കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ തന്നെ പെർഫ്യൂംസിനും അത് വെയർ ചെയ്യേണ്ടതായിട്ടുള്ള ക്ലൈമറ്റുകളുണ്ട്. നമ്മൾ നല്ല സമ്മറിൽ നല്ല ചൂടൊക്കെയുള്ള സമയത്ത് വെയർ ചെയ്യേണ്ട അടിപൊളി പെർഫ്യൂംസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയത്തേക്ക് വെയർ ചെയ്യേണ്ട തരത്തിലുള്ള പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ള നല്ല തിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സെൻ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, നല്ല ചൂടുള്ള സമയത്ത് പകലൊക്കെ ഒന്ന് പുറത്തു പോയി നോക്കുക, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോയി നോക്കുക. അപ്പോൾ നിങ്ങളെ ചുറ്റിലുള്ളവർ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. നിങ്ങൾ നന്നായി വേർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു സ്മെല്ല് അത്ര രസമുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us get to the video. Welcome to Sufi Fragrance. ഹായ്, ഞാൻ സുഫിയാൻ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എന്ത് തരത്തിലുള്ള പെർഫ്യൂമാണ് ധരിക്കേണ്ടതെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ജനറലി പറയുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള സെൻറ്റുകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ ആർക്കും ഒരു ഇറിറ്റേഷനും ഉണ്ടാവില്ല, നിങ്ങൾക്ക് എവിടേക്കും വെയർ ചെയ്യുകയും ചെയ്യാം. മഴ ഓരോരുത്തർക്കും വ്യത്യസ്തമായുള്ള അനുഭൂതികളാവും കൊടുക്കുന്നത്. ചിലർക്ക് നല്ല ചൂടുള്ള ചായയും പരിപ്പുടയൊക്കെ കഴിച്ച് മഴ എങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാനാവും താല്പര്യം. ചിലർക്ക് അതേ സ്ഥാനത്ത് നല്ല കമ്പിളി പുതപ്പൊക്കെ ഇട്ട് പുതച്ച് മൂടി ബെഡിൽ കിടന്നുറങ്ങാനാവും താല്പര്യം. വേറെ ചിലർക്ക് ചിലപ്പോൾ മഴയത്ത് ഇറങ്ങി കളിച്ച് ഉല്ലസിച്ച് നടക്കാനാവും ഇഷ്ടം. അതേ സ്ഥാനത്ത് മഴ കാണുമ്പോൾ ഒരു ഗ്ലൂമി, ഒരു വിഷമം തോന്നുന്ന ഫീൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പേഴ്സണലി ഈ ഒരു മഴക്കാലത്ത് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ അതേ ടേസ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ ഈ പെർഫ്യൂംസൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ മഴക്കാലത്ത് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂംസൊക്കെ കമൻസിലൊക്കെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല പെർഫ്യൂംസൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാവും. അപ്പോൾ ഫസ്റ്റ് പെർഫ്യൂമാണ് ഫോറസ്റ്റ് എസെൻഷ്യൽസ് എന്ന ബ്രാൻഡിൻ്റെ ഊദ് ആൻഡ് സാഫ്രോൺ. ഈ ഒരു പെർഫ്യൂം ഊദ് എന്ന് കേൾക്കുമ്പോൾ ഓടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിൽ ഊദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ബാണിയാട് അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ ഫാമിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള സ്മെല്ലുള്ള ഊതുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സ്കാങ്കി സ്മെല്ലുള്ള ഊതല്ല ഈ ഒരു പെർഫ്യൂമിലുള്ളത്. ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾ ഊതിൻ്റെ സ്മെല്ല് എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഊതിൻ്റെ പെർഫ്യൂം കയ്യിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. ഇതിലെ മെയിൻ നോട്ട്സ് എന്ന് പറയുമ്പോൾ ലെമൺ, സാഫ്രൺ, ഊത്. അത്ര തന്നെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഊത് ആൻഡ് സാഫ്രൺ ആണ്. ഇത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു സെൻ്റാണ്. നമ്മളെ ഒന്ന് കാമിങ് എന്ന് പറയാറില്ല, നമുക്കൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തരുന്ന സെൻറ്റുകളുണ്ട്. ആ ഒരു സ്മെല്ലൊക്കെ മണത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മൈൻഡ് ഒന്ന് ക്ലീൻ ആവുകയും അങ്ങനത്തെ ഒരു ഫീല് തരുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ് ഊദ് ആൻഡ് സാഫ്രോൺ. ഫസ്റ്റ് തന്നെ ആ ഒരു ലെമൺ ഉള്ളതുകൊണ്ട് സെൻറ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരും. നല്ല രസമാണ്. പക്ഷേ അതിൻ്റെ പിറകിലായിട്ട് ഇതിലെ സാഫ്രോൺ നല്ല ക്വാളിറ്റിയുള്ള സാഫ്രോണാണ്. പലതിലും പല പെർഫ്യൂംസിലും സാഫ്രോൺ മെൻഷൻ ചെയ്യാറുണ്ട്. പക്ഷേ സാഫ്രോണിൻ്റെ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ്മെല്ലൊന്നും അതിൽ നമുക്ക് അങ്ങനെ അങ്ങ് പിക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിവിടെ ഈ ഒരു സെൻറ്റിൽ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ പക്ക സാഫ്രോൺ എടുത്ത് മണപ്പിക്കും പോലെ തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് പാലിലൊക്കെ നമുക്ക് ഈ ഒരു സാഫ്രോണിൻ്റെ സംഗതി കലക്കിയിട്ട് തരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ശീലം അല്ലെങ്കിൽ അങ്ങനെ ഓർമ്മകളുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു സെൻറ്റ് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള സാഫ്രോണിൻ്റെ സ്മെല്ലുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് ഒരു മെഡിസിനൽ ഫീലുള്ള കുറച്ചൊരു ഹെർബൽ സൈഡ് ടച്ചുള്ള ഒരു വുഡി ഊതിൻ്റെ സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിൽ മെയിനായിട്ട് വരുന്നത്. എന്നിരുന്നാലും നല്ല ഇഡിലനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഈ ഒരു സെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ അറേബ്യൻ ഊതിൻ്റെ വുഡി എന്നൊരു പെർഫ്യൂം ഉണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെ ഊതും ഈ ഒരു മെഡിസിനൽ വുഡി ക്യാരക്ടർ കാണിക്കുന്ന ഊതാണ്. അതേപോലെയുള്ളൊരു ഊതാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. പക്ഷേ ഇത് ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആണ്. ഈ ഒരു 10 ml 1475 രൂപയാണ് വരുന്നത്. പൊതുവെ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ തന്നെ ഓവർ പ്രൈസ്ഡ് ആണ്. ഞാൻ അധികം ഊത് ബേസ് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈപ്പുള്ള അധികം പെർഫ്യൂംസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു റെക്കമെൻഡേഷനായിട്ട് പറയാനൊന്നും പാകത്തിന്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാം. എല്ലാ മാളിലും ഇവരുടെ ഔട്ട്ലെറ്റ്സ് കാണാറുണ്ട്. ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് നിങ്ങളിത് മേടിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, അവരോട് നൈസായിട്ട് കോംപ്ലിമെൻ്ററി ഐറ്റംസ് മേടിച്ചെടുക്കുക. ഇത് ഞാൻ അവരോട് ചോദിച്ചു വാങ്ങിച്ചാണ്. വേറെ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ
ഇതിനും പ്രൈസ് വരുന്നത് ഏകദേശം 195 രൂപയൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ജസ്റ്റിഫൈ ചെയ്ത് പോകാവുന്നുള്ളൂ. ഇത് നർഗീസ് എന്ന ഒരു ഫ്ലവറിൻ്റെ ഓയിലാണ്, എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. ഇതിൻ്റെ പെർഫ്യൂമും അവരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറൊരു പുള്ളി എനിക്ക് റെക്കമെൻഡ് ചെയ്ത് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ഫോറസ്റ്റ് എസെൻഷ്യൽസിൽ കയറിയിട്ടുണ്ടായിരുന്നു. പകരം അവിടുന്ന് ഇത് മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതും നല്ല സെൻറ്റാണ്. മെയിനായിട്ടും വിമന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂമാണത്. അപ്പോൾ നൈസായിട്ട് അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഒരിക്കലും പെർഫോമൻസിന് വേണ്ടി വാങ്ങിക്കുന്ന ഒരു പെർഫ്യൂം ആവരുത്. സ്കിന്നിൽ 4-5 മണിക്കൂറൊക്കെ എന്ത് തന്നാലും ലാസ്റ്റ് ഡ്രസ്സിൽ 6 മണിക്കൂറിന് മേലൊക്കെ സ്മെല്ല് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കാമിങ് സൂത്തിങ് ആയിട്ടുള്ള സെൻറ്റാണ്. നമുക്കൊരു ശാന്തത, ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്ന തരത്തിലുള്ള പെർഫ്യൂമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചുമ്മാ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നല്ല മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ 1-2 സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അതിൻ്റെ സെൻറ്റ് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ചുമ്മാ നോക്കിയിരിക്കും. ചില സമയത്ത് ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബെഡിൽ ഒരു സ്പ്രേ ഒക്കെ അടിച്ചിടാറുണ്ട്. ആ ഒരു ഫീല് വളരെ നൈസാണ് ഈ ഒരു പെർഫ്യൂമിൽ. എല്ലാവർക്കും അങ്ങനെ ആവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആളുകൾ കാണാൻ പറ്റും. മെനക്കെട്ട് മേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒത്തിരി ഓവർ പ്രൈസ്ഡ് ആയതുകൊണ്ടാണ്. എന്നാലും ഇതിൻ്റെ ഒരു സെൻറ്റ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. നല്ലൊരു പെർഫ്യൂമാണ്. ഊദ് ബിഗിന്നേഴ്സിന് വേണ്ടിയുള്ളൊരു പെർഫ്യൂമാണ്. ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ ഊദ് ആൻഡ് സാഫ്രോൺ. സെക്കൻഡ് പെർഫ്യൂം എല്ലാവർക്കും അറിയുന്നൊരു പെർഫ്യൂമാണ് ടെറേ ദി ഹെർമസ് EDT. ഹെർമസ് എന്നൊക്കെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. എന്നിരുന്നാലും ഈ ഒരു പെർഫ്യൂം മഴയാവട്ടെ അല്ലെങ്കിൽ നല്ല വെയിലാവട്ടെ എവിടേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സെൻറ്റാണ്. പക്ഷേ ഒന്നുകൂടെ മെച്ചുറായിട്ടുള്ള ആൾക്കാരായിരിക്കും അതൊന്നുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറ്റിവർ രാമച്ചത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാവൂ. ഇതിൽ മെയിൻ നോട്ട്സ് ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത ഉടനെ മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഒരു സ്വീറ്റ്നെസ് കിട്ടും. പെട്ടെന്ന് തന്നെ അതിലേക്ക് വെറ്റിവറിൻ്റെ രാമച്ചത്തിൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്മെല്ലാണ് വരിക. പിന്നെ അതിലേക്ക് ബെൻസോയിൻ്റെ ഒരു റെസിനസ് ഫീലും നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിലെ മെയിൻ നോട്ട്സ്. നമ്മൾ നേരത്തെ ഊതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മണ്ണിനോടും മഴയോടും ഒക്കെ നല്ല ബന്ധമുള്ളൊരു സാധനം തന്നെയാണ് വെറ്റിവർ അല്ലെങ്കിൽ രാമച്ചൻ. അതിൻ്റെ ഒരു സെൻറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പെർഫ്യൂമിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ബഡ്ജറ്റിൽ ഓപ്ഷൻ വേണമെങ്കിൽ ഒരു 1500 രൂപയുടെ താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് റസാസിയുടെ ഫത്താൻ അല്ലെങ്കിൽ വൈൽഡ് സ്റ്റോൺ ടെറ. ഇപ്പോൾ രണ്ടിൻ്റെ റിവ്യൂസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ഇത് കുറച്ച് പ്രൈസിയാണ്. ഈ ഒരു 200 ml ഏകദേശം 17,000 രൂപ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ നൈക്കിന്ന് മേടിച്ചത്. പിന്നെ പഴയ ബാച്ചുകളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ലേശം കുറവാണ്. കുറേ കാലമായിട്ട് ഇത് സിഗ്നേച്ചർ സെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പുതിയ ബാച്ച് പഴയതിൻ്റെ ഒരു ഷാഡോ മാത്രമാണെന്നാണ്. അപ്പോൾ എനിക്ക് 6+ hours ഒക്കെ ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഭയങ്കര പലരും പറഞ്ഞ പോലെ തന്നെയുള്ളൊരു പെർഫോമൻസ് ഒന്നും ഞാൻ അതിൽ കാണില്ല. ഭയങ്കര വെയിലൊക്കെ ഉള്ളപ്പോൾ അത്ര തന്നെ ലാസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. മഴക്കാലത്ത് ഓഫീസിൽ പോകുമ്പോൾ, ചുമ്മാ പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ് ഹെർമസ്. ഹെർമസ് എന്ന ബ്രാൻഡിൻ്റെ ടെറേ ദി ഹെർമസ്. മൂന്നാമത്തെ പെർഫ്യൂമാണ് ലത്താഫയുടെ അമീർ അൽ ഊദ് ഇൻറ്റൻസ് ഊദ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.25 സ്പീഡിലെങ്കിലും കാണണം. ഭയങ്കര സ്ലോ ആണ്, ഇപ്പോഴും സ്ലോ ആണ്. സ്റ്റിൽ അത് ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് അത് കാണുമ്പോൾ. ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല തണുപ്പൊക്കെയുള്ള സമയത്ത് ഒരു തീയൊക്കെ കൂട്ടി അതിന് ചുറ്റും ഇരിക്കുന്നൊരു, അല്ലെങ്കിൽ നെരിപ്പോടിന് ചുറ്റും ഇരിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഫീലാണ് ഈ ഒരു പെർഫ്യൂം നമുക്ക് തരുന്നത്. അപ്പം നല്ല മഴയൊക്കെയുള്ള സമയത്ത് നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് 1-2 സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. നല്ല കാരമലൈസ്ഡ് ഷുഗർ അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഉരുക്കി കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലും പിന്നെ നമ്മൾ ആ ഊതിൻ്റെയൊക്കെ ഒരു ടച്ചും വുഡി നോട്ട്സൊക്കെയാണ് ഈ ഒരു പെർഫ്യൂം നമുക്ക് മെയിനായിട്ട് കിട്ടുക. ഇത് മെയ്സൺ മാർട്ടിൻ മാർജിയലയുടെ ബൈ ദ ഫയർ പ്ലേസിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് നമ്മൾ ഒരു ഫയർ പ്ലേസിൻ്റെ ചുറ്റിലും ഇരിക്കുന്ന തരത്തിലുള്ളൊരു ഫീലാണ് ഈ ഒരു പെർഫ്യൂം നമുക്ക് തരും. ഒരു കോസി, ഒരു കംഫർട്ടിങ് ഫീൽ തരുന്ന തരത്തിലുള്ള സെൻറ്റാണ്. അത്യാവശ്യം സ്ട്രോങ് ആണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. പുതിയ പെർഫ്യൂംസ് നിങ്ങൾ മേടിച്ച് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്ര തന്നെ കളർ ഉണ്ടാവണം എന്നില്ല. ഇത് ഓവർ ദി ടൈം എൻ്റെ കയ്യിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറിലേക്ക് മാറിയതാണ്. എൻ്റെ അത്യാവശ്യം ലൈറ്റ് കളറായിരുന്നു. ഡ്രസ്സിലൊക്കെ അടിച്ചാൽ സ്റ്റെയിൻ വരാൻ ചാൻസ് ഉണ്ട്. വൈറ്റ് അങ്ങനത്തെ കളറുള്ള ഡ്രസ്സുകളൊന്നും അടിക്കാൻ പാടില്ല.
അപ്പോൾ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ പുതിയ 1-2 പേര് ഈ അടുത്ത് മേടിച്ചതിന് അധികം പെർഫോമൻസ് ഒന്നും ഇല്ലാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പം കുറച്ച് കാലം ഇരിക്കുമ്പോൾ സെറ്റ് ആവാൻ മതി. എന്നിരുന്നാലും ഞാൻ ആ വീഡിയോയിൽ പറയുന്ന അത്ര തന്നെ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ എങ്ങനെയാണുള്ളതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇതിന് 1300 രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ് ഈ ഒരു പെർഫ്യൂം തരുന്നത്. 4ാമത്തെ പെർഫ്യൂം ഒരു പൗഡറി സ്വീറ്റ് സെഡക്റ്റീവ് സെൻ്റാണ്. നമ്മുടെ വാലന്റീനോ ഓമോ ഇൻറ്റൻസ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളൂ, നമുക്ക് കണ്ടു നോക്കാം. ഇതിൽ മെയിൻ നോട്ട്സ് പറയുമ്പോൾ ഐറിസിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള പൗഡറി സ്വീറ്റ് സെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ലെതറിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ വാനിലയുടെ ഹോങ്കാബീൻ്റെയൊക്കെ സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ നല്ല ആ ഒരു സെക്സി ക്യാരക്ടറുള്ള ഒരു സെൻ്റ് തന്നെയാണ്. ഈ രാത്രികളിൽ മഴയുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത്, നിങ്ങൾ പുറത്തു പോയി മഴ കൊള്ളുന്ന സമയമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒരു ഡേറ്റിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഇൻഡോർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അത്യാവശ്യം ലൗഡായിട്ടുള്ള നല്ലൊരു കിഡ്ലൻ പെർഫ്യൂമാണ് വാലന്റീനോ ഓമോ ഇൻറ്റൻസ്. നിങ്ങൾക്ക് ഈ ഒരു സെൻ പ്രൊഫൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പെർഫ്യൂം ഞാൻ പറയാൻ പോകുന്നത് ഡിസ്കണ്ടിന്യൂഡാണ്, സാറയുടെ 9.0. ഇതും ഏകദേശം ഒരു ഈവനിങ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഡേ ടൈം കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പാണ് ഇപ്പം മഴയൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. സ്റ്റിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓഫീസിലേക്കും പിന്നെ പകൽ മഴയൊക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥയിൽ അധികം വെയിലൊന്നും ആവരുത്, വെയിലത്ത് പോയി കഴിഞ്ഞാലും ഈ പെർഫ്യൂം കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ് UCB ഡ്രീം ബിഗ്. ഇത് നല്ല ഈ ഒരു ലൈനിൽ വരുന്ന ആ ഒരു ചെറുതായിട്ടൊരു പൗഡറി ക്യാരക്ടറൊക്കെ ഉള്ള അടിപൊളി ഒരു സെൻ്റാണ്. പക്ഷേ ഇതിൽ ടോപ്പിൽ അത്യാവശ്യം ഒരു ആൽക്കഹോൾ ബ്ലാസ്റ്റും പിന്നെ ഒരു സിട്രസി ഫീലുമാണ് മെയിനായിട്ട് കൂടുതൽ കിട്ടുക. പക്ഷേ നന്ദലെസ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയും റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സെൻ്റാണ്. പക്ഷേ ഇത് നല്ല വെയിലത്തേക്ക് യൂസ് ചെയ്യരുത്. ഈ അടുത്തും ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ട് പുള്ളി അത്യാവശ്യം ഡേ ടൈം അത്യാവശ്യം ചൂടുള്ള സമയത്തൊക്കെ പോയിട്ട് ഭയങ്കര അബദ്ധമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മഴയുള്ള ഈ ഒരു സമയങ്ങളിൽ മഴയൊക്കെ പെയ്ത് നന്നായി തണുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോയപ്പോൾ അടിപൊളിയായിട്ട് ഭയങ്കര പ്രൊജക്ഷനൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സെൻ്റാണ്. അപ്പോൾ നിങ്ങൾ AC-യിലൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം കോംപ്ലിമെൻറ്റ്സ് കിട്ടാനും ചാൻസ് ഉള്ളൊരു സെൻ്റ് തന്നെ ആയിരിക്കും UCB ഡ്രീം ബിഗ്. പിന്നെ ഇടയ്ക്ക് അർമാനിയുടെ അക്വാഡി ജിയോ EDT യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മയോപ്പി എന്നൊരു ബ്രാൻഡിൻ്റെ കാലിക്കറ്റ് സ്പൈസ് എന്ന പെർഫ്യൂം ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഡമം, വനില, ഹോങ്കാബീൻ്റെ ഒക്കെ സ്മെല്ലുള്ള അടിപൊളി ഒരു പെർഫ്യൂമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്, നിങ്ങളങ്ങനെ ഇൻസ്പയർഡ് ഫ്രാഗ്രൻസുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു റെയിനി സീസണിൽ വെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം. നിങ്ങൾ ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം കമൻസിൽ അറിയിക്കുക. എന്ത് തന്നാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.